അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് ആഗതമായി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. നിങ്ങൾക്ക് റമദാൻ മാസം കടന്നു വന്നാൽ ഓരോ മുഅ്മിനും നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. റമദാൻ മാസത്തിൻ്റെ നോമ്പ് എപ്പോഴാണ് ഫർളാക്കിയിട്ടുള്ളത്? ഹിജ്റ 2-ാം വർഷത്തിലാണ്, മദീനയിലാണ് ഫർളാക്കിയിട്ടുള്ളത്. ശഅബാൻ മാസത്തിൽ ഫർളാക്കിയതാണ്, നടപ്പിലായത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൻ്റെ നോമ്പ് നിർബന്ധമാണ് എന്ന് ഫർളാക്കിയത് ശഅബാൻ മാസത്തിലാണ്, ഹിജ്റ 2-ാം വർഷത്തിലാണ്. അങ്ങനെ വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ഹിജ്റ 2 ആകുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പ് ലഭിക്കുന്നത് 9 നോമ്പുകളാണ്. ഫയകൂനു സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ 9 റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. 9 റമദാനുകൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ചത് 10 വർഷമാണ്. ലിഅന്ന മുദ്ദത മുഖാമിഹി ബിൽ മദീന 10 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ചത് 10 വർഷമാണ്. ഈ 9 നോമ്പുകൾ നോക്കിയിട്ടുണ്ടെങ്കിലും 9 വർഷം മുഴുവനും എല്ലാം 29 കിട്ടിയത്. 30 കംപ്ലീറ്റ് കിട്ടിയിരുന്നില്ല. 9 എന്താണ് 29 കിട്ടിയത്, പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വർഷം 29 ആയതുകൊണ്ട് അടുത്ത വർഷം റമദാൻ 30 ലഭിക്കണമെന്നില്ല. ചില ആളുകൾ കണക്ക് കൂട്ടി പറയാറുണ്ട്, ഈ വർഷം 29 കിട്ടിയതുകൊണ്ട് വരുന്ന വർഷം 30 അപ്പോൾ കഴിഞ്ഞ കൊല്ലം 30 കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം 29 എന്ന് കണക്ക് കൂട്ടുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 ഫർളായ റമദാൻ്റെ 9 നോമ്പുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ലഭിച്ചിരുന്നില്ല. 29 ഇല്ലാ സനത്തൻ, ഒരു വർഷം മാത്രമാണ് ഫകാമില, ഒരു വർഷം പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാവും 29 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ളത്. 29 ലഭിച്ചത് കൊണ്ട് ആരും ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാം, വന്നാഖിസു കൽകാമിലി ഫി സവാബ്. കൂലിയുടെ വിഷയത്തിൽ 29 ലഭിച്ച ആ മാസവും 30 ലഭിച്ചതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നിട്ടുള്ള വോയിസുകളിലൊക്കെ ഞാൻ പറയാം.